നെഗറ്റീവായി നിൽക്കുന്ന സബ്സ്ക്രൈബേഴ്സിന് ഒരു തിരിച്ചടി കൊടുക്കുക എന്നുള്ളൊരു ഇതിലാണ് കല്യാണത്തിന്റെ ടോപ്പിക് എടുത്തിട്ടത്. നെഗറ്റീവായിട്ട് നിൽക്കുന്ന സബ്സ്ക്രൈബേഴ്സേ ഫ്രണ്ടായിട്ട് ഇവൻ എനിക്കൊരു 5-6 മാസത്തോളായിട്ട് ഇവൻ എന്റെ ഫ്രണ്ടാണ്. 5-6 മാസമായിട്ടാണ് ഈ പുള്ളി ഫ്രണ്ടായിട്ട്. പക്ഷെ ഒരു ഇന്റർവ്യൂല് പറയുന്നായിരുന്നു ഇക്ക ഉള്ള സമയത്ത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫ്രണ്ടാണ്. പക്ഷെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കുമ്പോൾ അവൻ എന്റെ അടുത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ എന്തോ പറയാൻ വേണ്ടിട്ട് ഇങ്ങനെ തോളുകൂടെ കൈയിട്ട് അത് ഷറഫ് അലി വേറൊരു കല്യാണം കഴിക്കുകയാണെങ്കിൽ ഞാൻ അത് സമ്മതിക്കില്ല, നിയമപരമായിട്ട് പോകും എന്നൊക്കെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും മാറ്റി പറഞ്ഞിരിക്കുന്നത് അത് ഞാൻ വെറുതെ പറഞ്ഞതാണ്. നമ്മളിപ്പോ അങ്ങനെയാണ് പറഞ്ഞപ്പോ എനിക്ക് ഒരുപാട് നിയമപരമായിട്ട് പോവായിരുന്നു. ഒരുപാട് പേരുടെ മേലെ എനിക്ക് കേസും കാര്യങ്ങളായിട്ട് പോവായിരുന്നു. എന്റെ ഈ ഒരുപാട് പേരുടെ മേലെ കേസുമായിട്ട് പോകായിരുന്നു. പുരിയല്ലേ, എനിക്ക് ശരിയാ പുരിയല്ല അത്. അതായത് അവൻ എന്നെ ചതിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അവനെതിരെ കേസുമായിട്ട് പോകാമായിരുന്നു. ഒരുപാട് പേർക്കെതിരെ എനിക്ക് കേസുമായിട്ട് പോകായിരുന്നു. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പോൾ കൂടുതൽ അകടിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കയറാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഷാജി തന്നെയാണ്. ഷാജി ഞാൻ ഇനി ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കത്തില്ല, എന്റെ ഫാമിലി കണ്ടന്റ് ഒക്കെ നോക്കി ജീവിക്കുമെന്ന് പറഞ്ഞെങ്കിലും പുള്ളിക്കാരി പുതിയൊരു ഇന്റർവ്യൂ കൊടുത്തിരിക്കുകയാണ്. ആ ഇന്റർവ്യൂവിൽ ഇത്രയും നാളും പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ നിന്നും പരസ്പര വിരുദ്ധമായി വേറെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ വിരുദ്ധമായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെപ്പോൾ ഉള്ളവർ വിരുദ്ധമായി പറഞ്ഞുകൊണ്ടിരിക്കും. അതിന് പുള്ളിക്കാരുടെ ഫാൻസിന് കുരുകൂട്ടിയിട്ട് കാര്യമില്ല. അപ്പൊ നമുക്ക് പുള്ളിക്കാരി പറയുന്നത് കേട്ടു നോക്കാം. എന്നെ കല്യാണം കഴിക്കുന്ന സമയത്ത് 22-23 വയസ്സാണ്. അതൊക്കെയാണ് ചെറിയ വയസ്സെന്ന് അങ്ങനെ പറയാം. എനിക്ക് 15 വയസ്സ് അങ്ങനെയായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ 26 വയസ്സുള്ള ഒരു ചെറിയ പയ്യനെ കല്യാണം കഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കൊക്കെ ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി പറയുന്നതാണ്. ഇതൊന്നും അല്ല പ്രശ്നം. പുള്ളിക്കാരിക്ക് വിവാഹം കഴിക്കുന്നത് 15 വയസ്സിലാണ്. അപ്പോൾ അത് ശൈശവ വിവാഹമാണ് ഇന്ത്യൻ നിയമപ്രകാരം അവിടെ നടന്നിരുന്നത്. അതൊരു പണിഷബിൾ ഒഫൻസ് അല്ലേ? അപ്പൊ ഇതിപ്പോ ഒരു ഏജ് ഡിഫറന്റ്. അപ്പം എന്റെക്കും ഞാനും കൂടിയിട്ട് ഒരു 9 വയസ്സിനൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പൊ അതില് പ്രശ്നമില്ല. പക്ഷെ നമ്മളെക്കാട്ടി താഴെയുള്ള ചെക്കന്മാരെ കല്യാണം കഴിച്ചാൽ അവർക്ക് പ്രശ്നം. അതാണ് കൂടുതലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെയിൻ ടോപ്പിക് അതല്ല. കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മെയിൻ ടോപ്പിക് അതല്ല. നിങ്ങൾ പറയുന്നതിനകത്തെ പരസ്പര വിരുദ്ധതയും നിങ്ങൾ പല പുരുഷ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്നും അങ്ങനെയുള്ള പറയുന്നത് സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്നും പണം വാങ്ങുന്നതൊക്കെയാണ് മെയിൻ പ്രശ്നം. നമുക്കിനി ബാക്കിയുള്ള നോക്കാം. അപ്പൊ അത് മനഃപൂർവ്വം ഒരു റീച്ചിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തൊരു കണ്ടന്റ്. റീച്ച് ഒന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് നെഗറ്റീവായി നിൽക്കുന്ന സബ്സ്ക്രൈബേഴ്സിന് ഒരു തിരിച്ചടി കൊടുക്കുക എന്നുള്ളൊരു ഇതിലാണ് കല്യാണത്തിന്റെ ടോപ്പിക് എടുത്തിട്ടത്. നെഗറ്റീവായിട്ട് നിൽക്കുന്ന സബ്സ്ക്രൈബേഴ്സേ അപ്പൊ ഇത്ര നാളും സപ്പോർട്ട് ചെയ്തവർ ഇപ്പോഴും സപ്പോർട്ടാണ്. ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ചാൽ എന്ത് മണ്ടത്തരം പറഞ്ഞാലും സപ്പോർട്ട് ചെയ്യുന്ന കുറെ വെകിളികളെ കുറിച്ചിട്ടാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം. ഞാൻ ഇവരുടെ വീഡിയോ ഇടുമ്പോഴെല്ലാം എന്റെ കമന്റ് ബോക്സിൽ പുള്ളിക്കാരുടെ ഫാൻസ് വന്ന് മുറവിള്ളി കൂട്ടാറുണ്ട്. ഓൾവേസ് വെൽക്കം. വന്ന് മുറവിളി കൂട്ടി സപ്പോർട്ടാണ്, അല്ലെങ്കിൽ സപ്പോർട്ടാണ്. ഇപ്പോഴും അവർ സപ്പോർട്ടുണ്ട്. സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആൾക്കാർ എപ്പോഴും സപ്പോർട്ടാണ്. നെഗറ്റീവ്സ് ആയിട്ട് ഫസ്റ്റ് മുതലേ നെഗറ്റീവ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്താലും കുറ്റം പറയുന്ന ആൾക്കാർ ഇപ്പോഴും ആ നെഗറ്റീവിൽ തന്നെ നിൽക്കുന്നത്. അതിപ്പോ നമ്മൾ എത്ര നല്ല കാര്യം ചെയ്താലും അവർ നെഗറ്റീവ് തന്നെ പറയാം. ഒരു രണ്ട് നല്ല കാര്യം ലാസ്റ്റ് ആയിട്ട് ചെയ്തൊരു 2 നല്ല കാര്യം. അതായത് ഈ റഫൂക്ക് 26 വയസ്സുള്ള ചെക്കൻ, പിന്നെ ഇനി മറ്റെന്തൊക്കെ ഉണ്ടെന്ന് അറിയില്ല. ഇതൊരു നല്ല കാര്യം. ഇനി മറ്റ് 1-2 നല്ല കാര്യങ്ങളൊന്ന് പറഞ്ഞു തരാമോ മാഡം? ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ എനിക്ക് അറിയാൻ കൊതിയാവുന്നു. പ്ലീസ് ഒരു 2 നല്ല കാര്യം. ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒരു 2 നല്ല കാര്യം ഒന്ന് പറഞ്ഞേക്കണേ നിങ്ങൾ ചെയ്തിട്ടുള്ള. അപ്പൊ ഇങ്ങനെ ഒരു ടോപ്പിക് ഇട്ടതിന് ശേഷം ആ നെഗറ്റീവ് പറയുന്ന ആൾക്കാർക്ക് തിരിച്ചടി കിട്ടിയെന്ന് തോന്നുന്നുണ്ടോ? അവരുടെ വായ അടുപ്പിക്കാൻ പറ്റി തോന്നുന്നുണ്ട്. ആരുടെ വായടഞ്ഞ് കണ്ട് ആദ്യം ഒന്ന് പറഞ്ഞ് പിന്നത് മൂടിക്കെട്ടി വേറൊന്ന് പറഞ്ഞ് പിന്നത് മൂടിക്കെട്ടി വേറെ എന്തൊക്കെയോ പറയുന്നത്. ആരുടെ വായ ശരിക്കും അടഞ്ഞത്? ആരാണ് ഏറി കയറിയത്? കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞപ്പോ ഇവര് വിചാരിച്ചു ഞാൻ കല്യാണം ഇനി കഴിക്കില്ല, അങ്ങനത്തെ എനിക്കൊന്നും ഇത്ര ചെറിയ ചെക്കന്മാരനൊന്നും കിട്ടില്ല എന്നൊക്കെ ആയിരുന്നു ഇവരുടെ ഒരു ഇത്. അപ്പൊ ഇങ്ങനത്തെ ഒരു സംഭവം എടുത്തിട്ടപ്പോ ശരിക്കും ഷോക്കായിട്ടുണ്ട് എല്ലാവരും. ഇത്ര ചെറിയ ചെക്കൻ അങ്ങനെ കല്യാണം കഴിച്ചു, അങ്ങനെയുള്ള ഒരു സംഭവത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. മൈ ഗോഡ്, ഇവർക്ക് ഇത്ര ചെറിയ ചെക്കനെ കിട്ടിയതിൽ അസൂയുള്ള എത്ര പേരുണ്ട്? പ്ലീസ് റൈസ് യുവർ ഹാൻഡ്സ് പ്ലീസ്. എനിക്ക് അറിയാനുള്ള കൊതിയുണ്ട്. പുള്ളിക്കാരിക്ക് ചെറിയ ചെക്കനെ കിട്ടിയതിന് എല്ലാവർക്കും അസൂയാണ് പുള്ളിക്കാരി പറയുന്നത്. എത്ര പേര് ഇതിൽ അസൂയപ്പെടുന്നുണ്ട്? എനിക്കൊന്ന് അറിഞ്ഞ കൊള്ളുന്നുണ്ട്. ഒന്ന് കമന്റ് ബോക്സിൽ കൈവെക്കണം. ഫ്രണ്ട്സിന്റെ കൂടെ വയനാട് പോയി എന്ന് പറഞ്ഞു. അത് ട്രിപ്പായിരുന്നോ? അതൊരു ട്രിപ്പും പിന്നെ എനിക്ക് അവിടെ ഒരു കുറച്ച് വർക്ക് കാര്യങ്ങളുണ്ടായിരുന്നു, അതിന്റെ ഭാഗമായിട്ട് പോയി. അപ്പൊ ഫ്രണ്ടായിട്ട് എനിക്കൊരു 5-6 മാസത്തോളായിട്ട് ഇവൻ എന്റെ ഫ്രണ്ടാണ്. എത്ര മാസമായിട്ട് ഫ്രണ്ടാണ്? 5-6 മാസമായിട്ട് ഫ്രണ്ട്. ഇങ്ങനൊന്നും അല്ലല്ലോ കുറച്ച് മുമ്പ് കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞത്. അതിലേക്ക് വരുന്നുണ്ട്. ഈ മസ്താനി കൊള്ളാം കേട്ടോ. പുള്ളിക്കാരി ഇമാതിരി ചോദ്യങ്ങളൊക്കെ ചോദിക്കുമെന്ന് അറിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്.
കാസർഗോഡത്തായി ഷർഫ് അലി പറയുന്ന ആളെന്റെ ഫ്രണ്ടാണ്. അപ്പൊ അവരും ട്രിപ്പ് വരുന്നുണ്ടായിരുന്നു. അപ്പൊ അവരെ കൂടെ അങ്ങനെ പോയിന്നുള്ളൂ. പോയി പ്രമോഷൻ ആയിരുന്നു. 5-6 മാസമായിട്ടാണ് ഈ പുള്ളി ഫ്രണ്ട് ആയിട്ട്. പക്ഷെ ഒരു ഇന്റർവ്യൂല് പറയുണ്ടായിരുന്നു ഇക്ക ഉള്ള സമയത്ത് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഫ്രണ്ടാണ്, പക്ഷെ ഞാൻ വേണ്ടിട്ട് കോണ്ടാക്ട് ഒന്നുമില്ല. ഫ്രണ്ട് പറഞ്ഞ എന്റെ റീൽസിനൊക്കെ ലൈക്ക് ഇടും, സ്റ്റോറിക്കൊക്കെ മെൻഷൻ ആക്കാൻ പറയും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അല്ലാണ്ട് ഇവനായിട്ട് ഞാൻ ചാറ്റിങ്ങോ മെസ്സേജസോ ഒന്നുമില്ല. അതായത് 5-6 മാസം കൊണ്ട് ഫ്രണ്ട് ആയിരുന്നു. പിന്നെ അത് മാറ്റി ഇക്ക ഉള്ളപ്പോ തൊട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ആളായി. ഇവർക്ക് 16,000-11,000 ഫോളോവേഴ്സ് ഉണ്ട്. അത്രയും പേരെ ഇവർക്ക് അറിയാം കേട്ടോ. അതാണ് അതിനകത്തെ ഇതായിട്ടുള്ള കാര്യം. ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഇവരുടെ മികച്ച ഫാനാണ്, നിങ്ങൾക്ക് ഇവരുമായിട്ട് ഒരു സൗഹൃദം സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ ലൈക്ക് ചെയ്യുക, റീൽസ് സ്റ്റോറി ഇടുക. ഇവർ നിങ്ങളുമായിട്ട് ഒരു സൗഹൃദം സ്ഥാപിക്കുന്നതായിരിക്കും. പക്ഷെ മെഹർ കൊടുക്കണം. അപ്പം ഇക്ക മരിച്ചതിന് ശേഷം ഞാൻ ഒരു സ്റ്റോറി ഇട്ട, ഒരു സാഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി, ഒരു റീൽ ഇട്ടപ്പോഴാണ് ഇവൻ എന്താ പ്രശ്നം എന്ന് ചോദിച്ചത്. അത് ഇക്ക മരിച്ചിട്ട് ഒരു 4 മാസം എന്തോ കഴിഞ്ഞിട്ടാണ് ഇവൻ എന്നോട് ചോദിക്കുന്നത് എന്താ പ്രശ്നം, അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ഇക്ക എവിടെ പോയി എന്നെല്ലാം ചോദിച്ചിട്ട് ഇവർ എനിക്ക് മെസ്സേജ് അയച്ചു. ഇതിന് മുമ്പത്തെ ഇന്റർവ്യൂവിൽ ഇത് 5 മാസമായിരുന്നു. ഈ ഇന്റർവ്യൂവിൽ വന്നപ്പോഴത്തേന് ഇത് 4 മാസമായി. ഇനി ഇടയ്ക്ക് വന്നപ്പോ ഈ ഇക്ക മരിച്ച് ഈ സ്റ്റോറി ഇട്ടപ്പോൾ മുതലാണ് പരിചയമായി. അതിന് മുമ്പത്തെ കഥയിൽ ഇക്ക ഉള്ളപ്പോഴേ പരിചയമായി. ഇക്ക ഇത് അറിഞ്ഞ് ഇങ്ങനത്തെ വിദേശത്തുള്ള ചെറുക്കന്മാരുമായിട്ടുള്ള ബന്ധം അറിഞ്ഞിട്ടാണ് ആത്മഹത്യ ചെയ്തത് എന്നൊരു ആരോപണം നിലവിൽ നിൽപ്പുണ്ട്. അപ്പോൾ ഈ പുള്ളിക്കാരി പറയുന്നു അന്ന് മുതലേ ഫ്രണ്ടാണ്, പക്ഷെ മിണ്ടിയിട്ടൊന്നുമില്ല, ഇപ്പോഴാണ് മിണ്ടിയിട്ടുള്ളത്. ബേസിക്കലി ഈ പുള്ളിക്കാരി പറയുന്നതെല്ലാം പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ പുള്ളിക്കാരി എന്താ പറയുന്നത് ഈ പുള്ളിക്കാരിക്ക് പോലും അറിയത്തില്ല. അത് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ തോന്നുന്ന കാര്യങ്ങൾ പറയും. ഇപ്പം വയനാട് പോയ സമയത്ത് ഇട്ട ഒരു റൂമല്ല ശരിക്കും, അതൊരു ഹോട്ടലിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയതാണ്. അപ്പൊ ഞാനും ഇതേപോലെ ഒരു സോഫ ഇട്ടിട്ടുണ്ട് അവിടെ. അപ്പൊ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കുമ്പോൾ അവൻ എന്റെ അടുത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ എന്തോ പറയാൻ വേണ്ടിട്ട് ഇങ്ങനെ തോളുകൂടെ കൈയിട്ട്, അതായത് റൂമിലല്ല ഹോട്ടലിൽ ഒരു സോഫയിൽ ഇങ്ങനെ ഇരുന്നിട്ട് എന്തോ പറയാൻ നേരം തോളിക്കൂടെ അവൻ കൈയിട്ടു. അപ്പോൾ മറ്റേതോ സുഹൃത്ത് ജസ്റ്റ് കളിയാക്കാനായിട്ട് ഒരു വീഡിയോ അങ്ങ് എടുത്തു. അത് പുള്ളിക്കാരി പബ്ലിഷ് ചെയ്തു. അവന്റെ ഫ്രണ്ട് പിക്ക് എടുത്തു, അവൻ ഫ്രണ്ടിൽ ഇരിക്കണായിരുന്നു, അവൻ എടുത്തു ആ ഒരു പിക്കാണ് അത്. എല്ലാവരും വിചാരിച്ചത് റൂമിലാണ്. ഒരിക്കലും റൂമല്ല, അത് ഇങ്ങനത്തെ ഒരു സോഫ ഇട്ടിട്ട് അവിടെ ഇരുന്നതാണ്. ആ പിക്ക് സാജു തന്നെയാണ് ഞാൻ തന്നെയാണ് ആ പിക്കും പിന്നെ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ കൂടിയിട്ട് എല്ലാം കൂടിയിട്ടാണ് ഒരു ഷോർട്സ് ആയിട്ട് ഇടുന്നത്. അത് കണ്ടപ്പോഴാണ് ആൾക്കാർ റൂം എടുത്തു താമസിച്ചു അങ്ങനെയൊക്കെ ഇപ്പൊ വൈറലായി കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് അത് ഡിലീറ്റ് ചെയ്തു. ഞാനത് വൈകുന്നേരം തന്നെ ഡിലീറ്റ് ചെയ്തു. ഞാനത് അവനോടുള്ള ഒരു ദേഷ്യം കൊണ്ട് ഇട്ടതാണ്. ആരോട്? ഇവൻ ഷർഫലിനോട്. ശരിക്കും ഇവനോടുള്ള ദേഷ്യത്തിനിട്ടാണോ അതോ റഹൂക്കിനോടുള്ള ദേഷ്യത്തിനിട്ടാണോ? കാരണം റഹൂക്കുമായിട്ടുള്ളൊരു വോയിസ് മെസ്സേജ് പുറത്തു വന്നിരിക്കുന്നത് ഇനി ഇവനെയാണ് ഞാൻ കെട്ടാൻ പോകുന്നത്, ഇവന്റെ കൂടാണ് ഞാൻ ജീവിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു. ശരിക്കും ആരെ പ്രൊവോക്ക് ചെയ്യാനായിട്ടാണ് അത് ഇട്ടത്? ശരിക്കും ഈ എന്താ സെയ്താലിയോ റഹ്മാലിയോ ആ പുള്ളിക്കാരനാണോ റഹൂക്ക് പുള്ളിക്കാരനാണോ? അതൊന്ന് വ്യക്തമാക്കണം. കാരണം ആരെന്ന് ചോദിക്കുമ്പോൾ ഈ പുള്ളിക്കാരൻ ഇന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് റഹൂക്കുമായിട്ടുള്ള സാധനങ്ങൾ പുറത്ത് വരുന്നതിന് കൊടുത്ത് ഇന്റർവ്യൂ ആയിരിക്കണോ ഇത്? അതോ ഇനി ഇതിന്റെ സെക്കൻഡ് പാർട്ടിൽ അതിനെ കുറിച്ച് വരുമോ എന്നറിയില്ല. എന്തായാലും റിയാക്ട് ചെയ്യാം. കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ടൈമിൽ അവന്റെ അടുത്തുള്ള ദേഷ്യം ഞാൻ ഇതിൽ തീർത്തതാണ്. ഞാൻ നിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ ഇങ്ങനെ ഇടും എന്ന് പറഞ്ഞിട്ട് ഷോർട്സ് ആയിട്ട് ഇട്ടു. അപ്പൊ ഈ പുള്ളിക്കാരിയായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ചോണം. നിങ്ങളുമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് പുള്ളിക്കാരിക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പുള്ളിക്കാരി നിങ്ങളുടെ വീഡിയോ എടുത്തിട്ട് ഇടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നിങ്ങളുടെ ജീവിതം തൊലച്ച് നാറാണക്കല്ലാക്കും. ഇപ്പൊ കണ്ണൂരുകാരൻ ചെറുക്കൻ, കാസർഗോഡുകാരൻ ചെറുക്കൻ വയനാട്ടിൽ പോയി നാറി അവന്റെ ജീവിതം ഇട്ട ടൈമില് ഞാൻ ഇത്ര കാര്യമൊക്കെയില്ല, ഇത് ആൾക്കാർ എടുക്കുമെന്ന് വിചാരിച്ചില്ല. ഞാൻ പിന്നെ അത് വൈകുന്നേരം ആകുമ്പോഴേക്കും സോൾവ് ആകുമ്പോഴേക്കും ഞാൻ ഡിലീറ്റും ചെയ്തു. പക്ഷെ അപ്പോഴേക്കും എല്ലാവരും എടുത്ത് കൈയിട്ട് പോയി. ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ എടുത്തിടുമ്പോഴത്തേനും ഇത് ആലോചിക്കുക. നിങ്ങൾ ഒരു തവണ ഇട്ട് കഴിഞ്ഞാൽ അത് പിന്നെ പലരുടെയും കയ്യിലായി പോകും. നിങ്ങളെ വലിയ രീതിയിൽ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഒക്കെ സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ വന്നു ഇപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അത് പിൻവലിക്കണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമെല്ലാം നോക്കുക. അപ്പോൾ ബുദ്ധി ഉപയോഗിച്ചിട്ട് ഓരോ സാധനങ്ങൾ സോഷ്യൽ മീഡിയയിൽ വാരി വലിച്ചിടുക. ഷർഫലീനെ കല്യാണം കഴിക്കണം എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നാൽ റെഡിയാണ് അവൻ. ഒരിക്കലും അവൻ കല്യാണം കഴിക്കാനുള്ള സിറ്റുവേഷനിലേക്ക് വരില്ല. കാരണം അവന്റെ വീട്ടില് അതൊന്നും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. അവന്റെ ഉമ്മാനായിട്ടൊക്കെ ഞാൻ സംസാരിച്ചതാണ്. കല്യാണത്തിനെ കുറിച്ചിട്ടാണ് അവന്റെ ഉമ്മാക്കനോട് ഞാൻ സംസാരിച്ചത്. അത് പറഞ്ഞില്ല. പിന്നെ അവനിക്ക് ഇഷ്ടമാണെങ്കിലും എനിക്ക് ഇഷ്ടമാണെങ്കിലും നമ്മൾ തമ്മിൽ കല്യാണം കഴിക്കാനുള്ള ആ ഒരു സംഭവം പ്ലാനിങ് ഒന്നും ഒരിക്കലും ഇടാൻ പറ്റില്ല. അപ്പൊ അവനിക്ക് ഇഷ്ടമാണ്, എനക്കും ഇഷ്ടമാണ്, അത് സമ്മതിച്ച്. അഥവാ അങ്ങനെ ഒരു ചാൻസ് വന്നാൽ അവനൊരു പ്രപ്പോസ് വന്നാൽ അവന് വേറെ കല്യാണം കഴിക്കണേൽ എനിക്ക് വിരോധമില്ല. എനിക്ക് അതേപോലെ ഒരു പ്രപ്പോസ് വന്നാൽ ഞാൻ കല്യാണം കഴിക്കും അത്ര. പക്ഷെ
നിങ്ങൾ കേട്ടോണേ, അവന് വേറൊരു കല്യാണാലോചന വന്നു കഴിഞ്ഞാൽ അവൻ കെട്ടുന്നതിൽ എനിക്ക് വിരോധമില്ല. എനിക്ക് മറ്റൊരു കല്യാണാലോചന വന്നാൽ ഞാൻ കെട്ടും. ഞങ്ങള് നിലവിലത്തെ സാഹചര്യം വരെ സുഹൃത്തുക്കൾ തന്നെയാണെന്ന് ഇവര് പല വീഡിയോയിലും ആവർത്തിച്ച് പറയുന്നത് ഉണ്ട്. മറ്റേ ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞത് പിന്നെ അത് നിങ്ങളൊന്ന് മനസ്സ് വെച്ചോ, അതിലേക്ക് നമുക്ക് വരാം. സൗഹൃദം എപ്പോഴും ഉണ്ടാവും. പക്ഷെ വേറൊരു ഇന്റർവ്യൂല് സാജിദ പറഞ്ഞു ഷറഫ് അലി വേറൊരു കല്യാണം കഴിക്കുകയാണെങ്കിൽ ഞാൻ അത് സമ്മതിക്കില്ല, നിയമപരമായിട്ട് പോകും എന്നൊക്കെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും മാറ്റി പറഞ്ഞിരിക്കുന്നത്? അത് ഞാൻ വെറുതെ പറഞ്ഞതാണ്. നമ്മളിപ്പോ അങ്ങനെയാണ് പറഞ്ഞപ്പോ എനിക്ക് ഒരുപാട് നിയമപരമായിട്ട് പോവായിരുന്നു. ഒരുപാട് പേരുടെ മേലെ എനിക്ക് കേസും കാര്യങ്ങളായിട്ട് പോവായിരുന്നു. എന്റെ ഈ ഒരുപാട് പേരുടെ മേലെ കേസുമായിട്ട് പോകായിരുന്നു. പുരിയല്ലേ, എനിക്ക് ശരിയാ പുരിയല്ല അത്. അതായത് അവൻ എന്നെ ചതിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അവനെതിരെ കേസുമായിട്ട് പോകാമായിരുന്നു. ഒരുപാട് പേർക്കെതിരെ എനിക്ക് കേസുമായിട്ട് പോകായിരുന്നു. ഇതിൽ നിന്നും എന്തെങ്കിലും പന്തികേട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. അത് മാത്രമല്ല, അവനൊരു സുഹൃത്ത് മാത്രമാണ്. പിന്നെ അവനെതിരെ എന്ത് കേസുമായിട്ട് പോകാനാണ്? പ്രണയിച്ച് വിവാഹ വാഗ്ദാനം നൽകി കളിപ്പിച്ചു എന്നൊക്കെ അല്ലേ കംപ്ലൈന്റ് കൊടുക്കാറ്? വേറെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ട്? എനിക്കറിയില്ല കേട്ടോ. ഇതിന് എന്താണ് ഉദ്ദേശിച്ചെന്ന് മനസ്സിലായില്ല. ഷോർട്സ് എടുത്തിട്ട് ആൾക്കാരുടെ പേരിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ പോവായിരുന്നു. പക്ഷെ ഞാൻ അതിനൊന്നും നിന്നിട്ടില്ല. പിന്നെ ഇവന്റെ പേരിലും എനിക്ക് അങ്ങനെ എനിക്ക് നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ്. നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഇന്റർവ്യൂല് ശരിക്കും അത് സാജിദ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഈ ഷറഫ് അലി എന്നെ ഇട്ടിട്ട് അല്ല, എനിക്ക് നിയമപരമായിട്ട് പോവണമെങ്കിൽ പോവുക ചെയ്യാം. കാരണം ഇവൻ എന്നെ ചീറ്റ് ചെയ്തു, ഇവൻ എന്റെ കൂടെ ഇത്ര മാസം ഉണ്ടായി, ഇവൻ എന്നെ ഇതാക്കി എന്നെല്ലാം പറഞ്ഞിട്ട് എനിക്ക് പോവാം. നിങ്ങൾ തന്നെയല്ലേ ഇവൻ സുഹൃത്താണെന്ന് പറഞ്ഞത്? ഇത്രയും നാള് അവൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു, അവൻ എന്നെ ഇട്ടിട്ട് പോയി എന്ന് പറഞ്ഞ് എനിക്ക് കേസ് കൊടുക്കാം എന്ന് ഈ ഷറഫ് അലിയെ കുറിച്ച് പറയുന്നുണ്ട്. ഇവര് തന്നെ പറയുന്നുണ്ട് അവൻ എന്റെ സുഹൃത്താണ്. സുഹൃത്ത് എങ്ങനെ നിങ്ങളുടെ കൂടെ നിന്നിട്ട് ഇട്ടിട്ട് പോയി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു കേസ് കൊടുക്കാൻ സാധിക്കും? ഈ പക്ഷെ അത് ചുമ്മാ പറഞ്ഞു. അപ്പൊ അങ്ങനെ ചുമ്മാ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും ആണല്ലോ ഇപ്പൊ ഓരോ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ഒരു കാര്യം ഇതേപോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ പറയുമ്പോൾ ഇങ്ങനെ ചിന്തിക്കില്ലേ ഇതിന്റെ ഒരു വരമ്പരായി ഉണ്ടായിരിക്കും? അല്ലെങ്കിൽ ഇന്റർവ്യൂവിൽ അങ്ങനെ പറയുമ്പോഴേക്കും നമ്മൾ എടുത്ത് ചാടി അങ്ങനെ പോകുന്നില്ലല്ലോ. ഇന്റർവ്യൂസിൽ ഇപ്പൊ എന്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കണം അതിനനുസരിച്ചുള്ള അപ്പൊ എന്താ തോന്നുന്ന ആ ആൻസർ പറയുന്നു, അത്രേ ഉള്ളൂ. അതിപ്പോ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ നീങ്ങണമെന്നൊന്നുമില്ല. ഇല്ല, ചുമ്മാ ഇങ്ങനെ പറയുന്നതാണ് ഓരോന്ന്. അപ്പൊ മസ്താനി കിടില കേട്ടോ, ചുമ്മാ ഇങ്ങനെ പറയുന്നതാണോ എന്ന്. അതായത് സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അപ്പൊ ഈ ഇന്റർവ്യൂല് ഇതെന്തരാണ് എന്ന് പുള്ളിക്കാരോട് ചോദിക്കുന്നു. അപ്പൊ പുള്ളിക്കാരിക്ക് ഇത് കണ്ടിട്ട് ഒരു പെൻസിൽ പോലെ തോന്നി. പുള്ളിക്കാരി ഇത് പെൻസിലാണെന്ന് പറഞ്ഞു. അടുത്ത ഇന്റർവ്യൂല് വന്നിട്ട് ഇതെന്തരാണെന്ന് പുള്ളിക്കാരോട് ചോദിക്കുന്നു. പുള്ളിക്ക് ഇത് കണ്ടിട്ട് ഒരു ഒലക്ക പോലെ ഫീൽ ചെയ്തു. പുള്ളിക്കാരി ഇത് ഒലക്കാന്ന് പറഞ്ഞു. അതിന്റെ അടുത്ത ഇന്റർവ്യൂല് ഇത് എന്താന്ന് ചോദിക്കുന്നുണ്ടെ പുള്ളിക്കാരിക്ക് അപ്പൊ പറയാൻ തോന്നുന്നത് ഇത് ചക്കയാണെന്നാണ്. പുള്ളിക്കാരി ഇത് ചക്കയാണെന്ന് പറയുന്നു. അങ്ങനെയാണ് പുള്ളിക്കാരി പറഞ്ഞിട്ടുള്ളത്. അപ്പോ യാഥാർത്ഥ്യത്തിന് വിലയില്ല. പുള്ളിക്കാരിക്ക് എന്താണോ എന്നിട്ട് തോന്നുന്നത് അതാണ് പറയുക. അപ്പോ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം വ്യക്തമാക്കുക. അപ്പൊ പുള്ളിക്കാരിയെ കുറിച്ച് ഇടുമ്പോഴത്തേനും കുറെ പേര് വന്ന് കമന്റ് ഇടാറുണ്ട്, ഇനിയെങ്കിലും ഇവരെ വിട്ടൂടെ, ഇവരെ എങ്ങനെ വിടൂടോ, ഇവരിങ്ങനെ വന്ന് ഓരോന്ന് വെച്ചോണ്ടിരിക്കുകയാണ്, പിന്നെ എങ്ങനെ ഇവരെ വിടാൻ സാധിക്കും? നമ്മൾ ഇവരെ വിടണമെന്ന് നമ്മൾ മാത്രം ചിന്തിച്ചാൽ പോരാ, ഇവരും കൂടെ ചിന്തിക്കണം. കാരണം ഞാൻ യൂട്യൂബിൽ അത്ര വലിയ ആളൊന്നുമല്ല, പക്ഷെ എനിക്ക് പല ആൾക്കാരും ഇവരുടെ വീഡിയോസ് ഷെയർ ചെയ്തിരുന്നുണ്ട്. അതായത് 2000 സബ്സ്ക്രൈബർ മാത്രമുള്ള എനിക്ക് ആൾക്കാർ ഷെയർ ചെയ്തിരുന്നുണ്ട് ഈ വീഡിയോസ്. ഇത് ചെയ്യാൻ പറ്റും. ഞാനിത് കണ്ടിട്ടൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഈ ആൾക്കാർ ഷെയർ ചെയ്ത് തന്നപ്പോൾ ഇത് കാണുന്നത്. അപ്പൊ വലിയ വലിയ ആൾക്കാർ, അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇതാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. അത് മാത്രമല്ല, ഞാൻ എന്തോരം വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ ഒരു വിഷയത്തോടനുബന്ധിച്ച്. ഇതല്ലാതെ ഇതിന്റെ കൂടെ തന്നെ മറ്റു പല വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇത് കാണാൻ മാത്രമേ ആളുള്ളൂ. അപ്പൊ നമ്മളുടെ ഓഡിയൻസ് എന്താണോ കാണാൻ ആഗ്രഹിക്കുന്നത് അതല്ലേ നമ്മൾ ഇടുന്നത്. ഒരു സിനിമ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേനും ആൾക്കാർ എന്താണോ കാണാൻ ആഗ്രഹിക്കുന്നത് അങ്ങനത്തെ ഒരു സിനിമ അല്ലേ ഇടാൻ താല്പര്യമുള്ളൂ. കൊമേഴ്ഷ്യലി ഹിറ്റ് ആയിട്ടുള്ള ആക്ഷൻ മൂവി ആഗ്രഹിച്ചിരിക്കുന്നവരുടെ അടുത്തോട്ട് ഞാൻ പോയി ഒരു അപാർട്ട് സിനിമ എടുത്തിട്ട് ഞാൻ എങ്ങനെ ഇരിക്കും? അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ കാര്യങ്ങൾ. ഞാൻ ഇവിടെ കൊണ്ട് ഈ ഒരു പാർട്ട് നിർത്തുകയാണ്. അടുത്തൊരു പാർട്ടായിട്ട് ബാക്കി കാര്യങ്ങൾ ഇടാം. വേറൊന്നും കൊണ്ടല്ല, ഞാൻ മറ്റൊരു സ്ഥലത്താണ്, ഇവിടെ വൈഫൈയും കാര്യങ്ങളൊന്നുമില്ല, അപ്പൊ അത്ര അപ്ലോഡ് ആകത്തില്ല. അപ്പോൾ ഇത്രയും കണ്ടതിൽ വെച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. പുള്ളിക്കാരി മാറ്റിയും തിരിച്ചും പറയുന്ന കാര്യങ്ങളോട് പുള്ളിക്കാരിയുടെ ഫാൻസിന്റെ അഭിപ്രായങ്ങളുള്ള കമന്റുകളായി രേഖപ്പെടുത്തുക. അല്ലാതെ ജെന്യുവിൻ ആയിട്ടുള്ള ആൾക്കാരും അവരുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. സഭ്യമായ ഭാഷയിൽ മാത്രം. ബൈ.